friends, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് 8.1 ക്ലാസ് 7th NCERT മാത്തമാറ്റിക്സ് ചാപ്റ്റർ 8 കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിലെ എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? In a computer lab, there are 3 computers for every 6 students. How many computers will be needed for 21 students? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഒരു കമ്പ്യൂട്ടർ ലാബ്. ആ കമ്പ്യൂട്ടർ ലാബിൽ എന്താ പറഞ്ഞേക്കുന്നത്? 3 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് എവറി 6 സ്റ്റുഡൻസിന്. അപ്പോൾ എങ്ങനെയാണ്? കമ്പ്യൂട്ടേഴ്സും പിന്നെ സ്റ്റുഡൻസും. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റകൾ. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ ലാബിൻ്റെ അകത്ത് എത്ര കമ്പ്യൂട്ടേഴ്സാണ്? 3 കമ്പ്യൂട്ടേഴ്സ് ഫോർ എവറി 6 സ്റ്റുഡൻസ്. അപ്പോൾ 3 കമ്പ്യൂട്ടേഴ്സാണ് 6 സ്റ്റുഡൻസിനുള്ളത്. പിന്നെ ഹൗ മെനി കമ്പ്യൂട്ടേഴ്സ് വിൽ ബി നീഡഡ് ഫോർ 24 സ്റ്റുഡൻസ്. അപ്പോൾ 24 സ്റ്റുഡൻസിന് എത്ര കമ്പ്യൂട്ടേഴ്സ് വേണ്ടി വരുന്നു? അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഒരു ചാപ്റ്റർ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലേ നമ്മൾ? മറ്റേ ഇക്വേഷൻസിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ്റെ അകത്ത് സോൾവിങ് എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അറിയാത്ത ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അറിയാത്ത ടേമിന് നമ്മൾ എക്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സിമ്പിൾ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത ടേമിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ലെറ്റ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നീഡഡ് ഫോർ 24 സ്റ്റുഡൻസ് ബി എക്സ്. ഓക്കെ, അപ്പോൾ അതായത് ഈ പോർഷനിലുള്ളത് എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ലെറ്റ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് needed for 24 students be x. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു ഇക്വേഷനായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ കിട്ടും? 24 × 3 = 6 × x. ഓക്കെ, 4 3s are 12. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 2 3s are 6 + 1 72 = 6x. എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം അല്ലേ? എക്സിന് ഇവിടെ നിർത്തിയിട്ട് ബാക്കി ടേംസിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 72/6 എന്ന് വരും. ഇനി ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 72 / 6 മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് x = 12 എന്ന് കിട്ടും. So x = 12. അപ്പോൾ therefore 12 computers. അപ്പോൾ എത്ര കമ്പ്യൂട്ടേഴ്സാണ് 24 സ്റ്റുഡൻസിന് ആവശ്യമുള്ളത്? therefore എത്ര എണ്ണമാണ്? 12 computers. ഓക്കെ, 12 computers are needed for 24 students. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.